പിന്നെ ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാലും അറിയാമല്ലേ. ഇന്നിപ്പോൾ നമ്മൾ സോയാബീനും ഉള്ളി വാട്ടിയവും തക്കാളി താളിച്ചവും മുരിങ്ങാളിച്ചവും മാത്രം വിട്ടുകാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ചട്ടിയും കുടിക്കൊന്നുമില്ല. കാക്കു തന്നെ പറയണ്ട എൻ്റെ അടുക്കളയിലെ ചട്ടിയും കുടിക്കും കണ്ട് എല്ലാവർക്കും മടുക്കുന്നുണ്ട്, എനിക്ക് തന്നെ കണ്ടിട്ട് മടുപ്പുണ്ട് എന്ന്. അപ്പോൾ പുറത്ത് പോയി വ്ളോഗ് എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ ഇപ്പം എന്താ വിശേഷങ്ങളൊക്കെ, എന്താ നിങ്ങളെ വർത്തമാനങ്ങളൊക്കെ? അപ്പം നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ കരുതി. കുറേ ദിവസമായി കമൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതിനൊന്നും മറുപടി കൊടുക്കാൻ കഴിയണില്ല. പിന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ അത് ഇൻഷാല്ലാ 2 ദിവസം കൂടിയും കഴിയട്ടെ കേട്ടോ, കുറച്ച് കമൻറ്റും കൂടിയും വരട്ടെ. പിന്നെ ഒന്നാമത് നമ്മളെ ഋതുവിന് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂള് ഇല്ലാത്തൊരു ദിവസം ഓനും ഞാനും കൂടിയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി വേറെ തന്നെയല്ലേ. അപ്പോൾ ഓനും കൂടി ഉണ്ടാവുമ്പോഴേ അത് വായിച്ചു തരാനൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഓന് വരട്ടെ, എന്നിട്ട് ഇൻഷാല്ലാ അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ. അപ്പോൾ എന്താ ഇന്നിപ്പോൾ അർജൻറ്റായിട്ട് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ തമ്മനയിൽ കണ്ടുക്കൂലേ. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അല്ലാത്ത സംശയങ്ങൾ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് കരുതിക്കാണ്ട്. ഒന്നാമത്തെ കാര്യം, 2 നേരം എന്താ താത്ത ഇങ്ങനെ ചെറുതാക്കി ഇടണത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ പൊന്നാര മക്കളെ, അപ്പോൾ കുറേ മുന്നേ നമ്മൾ അധിക വീഡിയോസും വൈകുന്നേരം കുറച്ച് ലോങ് ആയിട്ടാണ് ഇട്ടിരുന്നത് അല്ലേ, ഒരു 10-15 മിനിറ്റൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും, അത്ര ഇരുന്ന് കാണാൻ കഴിയണില്ല, അപ്പോൾ ഒന്ന് കുറക്കണം ലെങ്ത്ത് താത്താന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അധികം കൂടുതലൊന്നും ആദ്യത്തെ വീഡിയോസൊക്കെ അല്ലേ 22ഉം 30 ഇട്ടിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊന്നും ഇടലില്ല. അന്നൊന്നും എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് സ്പീഡ് കൂട്ടാമെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ അതിനെ പറ്റിയൊക്കെ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പീഡ് കൂട്ടി 10 മിനിറ്റും 12 മിനിറ്റും ഒക്കെ ആക്കിയിരുന്നു, 8 മിനിറ്റൊക്കെ. അപ്പോഴും അത്ര കാണാൻ കഴിയണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ 3 മിനിറ്റും 5 മിനിറ്റും 2 നേരമാക്കി കണ്ടിട്ട് കേട്ടോ. അപ്പം അതിന് അന്നേ ഋതു പറഞ്ഞിക്കണ് അങ്ങനെ ഇടണ്ടമ്മ, അത് കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരുകൊണ്ട്. എന്താ ഒറ്റ വീഡിയോ ആക്കിക്കാണ്ട് വൈകുന്നേരം ലൈലാത്തൊക്കെ ഇടുന്നുണ്ടല്ലോ, അതുപോലെ ഇടുക വേണ്ടത്. അത് രാവിലെ ഒരു 3 മിനിറ്റ്, വൈകുന്നേരം ഒരു 5 മിനിറ്റ് അങ്ങനെ ഇടുക വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ പറയണ കാരണം ചോദിച്ചാൽ, ഇന്നലത്തെ മിഞ്ഞാന്തൊക്കെ വീഡിയോൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഇന്നലത്തെ അല്ല കേട്ടോ, ഇന്നലത്തെ കമൻറ്റ് ഓഫാണ്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ലെങ്ത്ത് കുറവാണ്, അല്ലാത്തത് അങ്ങനെ ലെങ്ത്ത് കുറവാണ്, സ്കിപ്പ് അടിച്ച് കാണാനാണ് തോന്നണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂടിയാലും പറയുന്നുണ്ട് ഇത് ഇത്രയും കാണാൻ കഴിയണില്ല, എന്താ സ്കിപ്പ് അടിച്ച് കണ്ടേ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം അത്. രണ്ടാമത്തെ തമനയിൽ കണ്ടുക്കും നിങ്ങളില്ലേ, ലൈലാത്തി ഞാനും നല്ലൊരു ബന്ധമുണ്ട്, നല്ലൊരു സ്നേഹബന്ധമുണ്ട്. നിങ്ങൾക്ക് അറിയണ തന്നെയാണ്, കൂടുതൽ ആളുകൾക്കും അറിയാം അല്ലേ. ഒരു യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിക്കാണ്ട് നമ്മളെ ഋതു തുടങ്ങിയാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിൽ വെറുതെ ചട്ടിയും കുടുക്കി ഇതൊക്കെ ഇട്ടിരുന്നത്, നെയ്യപ്പം കുയ്യപ്പൊക്കെ ഇട്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ മുഖം കാണിക്കാനൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മളെ ടിൻസ് ബേബിനെ വെച്ചിക്കാണ്ട് ഒരു ഷോർട്സ് ചെയ്തതാണ്. അപ്പോൾ അന്ന് മുതലാണ് നമ്മളിന്ന് കയറിപ്പോയത്. പിന്നെ അതിൽ സബ്സ്ക്രൈബറും വാച്ച് ടൈമും പെട്ടെന്ന് റെഡിയായി. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത നിൽക്കണ ഒരു ടൈമുണ്ടല്ലോ, അന്ന് നമ്മളെ കൈ പിടിച്ച് ഒന്നിന് പൊന്തിച്ച് ഒന്നിന് ഇരുത്തി തന്ന ആളാണ് ലൈലാത്ത. അതെന്നും മനസ്സിലുണ്ട്, ലൈലാത്താനെ എന്നും മനസ്സിൽ ഓർക്കലുണ്ട്. താത്താന്നൊന്നും വിളിക്കണ്ടെന്ന് എനിക്കറിയാം, ഞങ്ങളൊക്കെ അതൊരു സമപ്രായക്കാരാണ്, എന്നാലൊരു ബഹുമാനം ഉണ്ടല്ലോ. താത്താനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കൊക്കെ അറിയാം എൻ്റെ പഴയകാല വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധമുണ്ട്, എപ്പോഴും വിളിക്കലും ഇരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ലൈലാത്താനെ പോലെ സംസാരിക്കണ്, ലൈലാത്താനെ പോലെ കോപ്പി അടിച്ചണ്, ലൈലാത്താനെ പോലെ പാചകം ചെയ്യണ്, അതൊക്കെ എന്താ നിങ്ങൾ അങ്ങനെ പറയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഓരോ ശൈലികളുണ്ട് അല്ലേ. ഞാനും ഇപ്പോൾ മലപ്പുറക്കാരത്തിയാണ്. ചിലവർ പറയുന്നുണ്ട് മലപ്പുറക്കാർ ഇങ്ങനെയല്ല പറയണത് എന്ന് പറയുന്നുണ്ട്. അത് മലപ്പുറക്കാരെ നാണം കെടുത്ത് അതൊരു വെറുമ്പാക്കാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്താ വെച്ചാൽ മലപ്പുറത്ത് കൂടുതലായിട്ടും ഇങ്ങനെ വർത്താനം പറയണവരുണ്ട്, അല്ലാത്ത രീതിയിൽ പറയണവരുണ്ട്. കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയണില്ലേ, എന്താണെന്നോ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇതുപോലെ ഡയറക്റ്റായിട്ട് പറയുമ്പോഴും നല്ല വ്യത്യാസമുണ്ട് അല്ലേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, എൻ്റെ വീഡിയോസും അതുപോലെ ഞാൻ ഡയറക്റ്റായി പറയണതും കണ്ടാൽ തന്നെ നേർക്ക് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അല്ലേ. അധികം ആളുകളും ഇതുപോലെ സംസാരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. അത് 10 മിനിറ്റിലെ വീഡിയോ, നമ്മൾ ആ വീഡിയോയിലെ കണ്ടൻറ്റും കാര്യങ്ങളും നമ്മളെ കഥകളും ഒക്കെ പറഞ്ഞിങ്ങോട്ട് സ്പീഡായി ഇങ്ങോട്ട് പോകുമ്പോൾ അതൊരു ചിലവർ കമൻ്റ് ഉണ്ട് സംസാരപ്പാട്ട് എന്ന്, അതങ്ങനെ ആയി പോവുകയാണ്. പലർക്കും പല ഒരു ഇതല്ലായിരിക്കും. അതുപോലെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് കാണ്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല നമുക്ക് വീഡിയോസിൽ. പിന്നെ എന്താ ഇന്നലത്തെ നമ്മളെ വീഡിയോസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകൊണ്ട്,
അത് കണ്ടുക്കും അധികം ആളുകളും. അതിന് അടിയിൽ കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല, കമൻറ്റ് ബോക്സ് ഓഫ്. അപ്പോൾ യൂട്യൂബ് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട അപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കുന്നുണ്ട്. നമ്മളെ പൊന്നുമ്മ കുപ്പായിട്ടിട്ടില്ല ഒന്നും, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ അതിലെ സംസാരം നോക്കിയാൽ ഞാൻ മാക്സിമം റൂമിലിരുന്ന് കണ്ട് കുട്ടികളെയൊക്കെ പുറത്താക്കിക്കാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാവധാനം ആ മക്കളെ എന്നൊക്കെ മാക്സിമം ഇങ്ങോട്ട് ഒഴിവാക്കി. അത് ഓരോരുത്തരുടെ ശൈലിയല്ലേ. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ എന്താ മക്കളെ വിശേഷങ്ങൾ, അത് ഇഷ്ടം കൊണ്ട് പറയാണ്. അത് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടൂല. കാക്കു തന്നെ പറയലുണ്ട് കേട്ടോ എന്നോട്, നിങ്ങളായിട്ടല്ല കാക്കു തന്നെ പറയലുണ്ട്. കാക്കു ഒക്കെ കഴിഞ്ഞ് വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ചിരിക്കും. എന്നിട്ട് എന്നോട് പറയും, ഈ മക്കളെ വിളിച്ചത് ചിലപ്പോൾ അന്നിലാറ് പ്രായമുള്ള ഉമ്മമാരും താത്തമാരൊക്കെ ആരും, അവരൊക്കെ ഇങ്ങനെ മക്കളെ വിളിച്ചുമ്പോൾ അവർക്കൊന്നും പറ്റണുണ്ടാവില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന ഇഷ്ടമുണ്ടാവും, നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഈ എന്തിനാ അങ്ങനെ പറയണതെന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ പറഞ്ഞു പോവുകയാണ്. രണ്ട് വിധത്തിൽ പറയലുണ്ട്. നിങ്ങൾ തന്നെ പറയേണ്ട ഇടയിൽ കൂടെ ശുദ്ധ മലയാളം വരുന്നുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കാലം ആ രീതിയിൽ നേഴ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ ഒരു സംസാരമായിരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ചുറ്റുപാടായിക്കാണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു അല്ലേ. അപ്പോൾ പലർക്കും പല ഭാഷകളായിരിക്കും. ഞാൻ കൂടുതൽ ഇതുപോലെ തന്നെ പറയൽ കേട്ടോ. നമ്മൾ ആ വീഡിയോസിൽ പറയില്ലേ അതേപോലെ എത്താവളെ എങ്ങനെ എന്താ കുടിച്ചോ, ചായ കുടിച്ചോ. മലപ്പുറത്തിൽ ഒരു വിധമൊക്കെ എൻ്റെ അറിവിൽ കേട്ടോ അങ്ങനെ തന്നെ പറയല്ലേ, ചായ കുടിച്ചോ, വാജു കുത്തർക്ക് എന്താ എത്താൻ്റെ വർത്താനം, ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ചോദിക്കൽ. എന്താ നിൻ്റെ സംസാരം അങ്ങനെയൊന്നും ചോദിക്കണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലവരൊക്കെ പറയുന്നുണ്ടാവും, ഞാൻ പറയല്ലോ കുറച്ചൊരു എഡ്യൂക്കേറ്റഡൊക്കെ അല്ല ആളുകൾ. പിന്നെ ഞാനങ്ങനെ ചിലപ്പോഴൊക്കെ പറയലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഓരോ മൈൻഡാണ് നമുക്ക്. അപ്പോൾ വീഡിയോസ് അതുകൊണ്ടാണ്. അപ്പോൾ ലൈലാത്താനെ കണ്ടുകാണ്ട് കോപ്പി അടിച്ചാണോ ചോദിക്കുന്നുണ്ട് ചിലവർ. അതല്ല കേട്ടോ. ലൈലാത്ത എന്ന് പറയുന്നത് എത്രയോ വ്ളോഗർമാരുണ്ട് മക്കൾ വന്നു സോറി കേട്ടോ. എത്രയോ വ്ളോഗർമാരുണ്ട്. ഓലും പറഞ്ഞ പോലെ ചട്ടിയും കുടുക്കിയും ചോറും ചാറും ഉണ്ടാക്കുന്ന വീഡിയോസ് അല്ലേ ചെയ്യണത്. അതേപോലെ ഞാനും ചെയ്യണ്, ലൈലാത്തയും ചെയ്യണം അല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ലൈലാത്താൻ്റെ സംസാരം, ലൈലാത്ത അങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ലൈലാത്ത വേറൊരു ടച്ച് കൂടിയാണ് പറയൽ അല്ലേ. വേറെ ഒരു കണ്ടൻറ്റ് അതുപോലെ അതിൻ്റെ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളാണ് പറയൽ. ഞാൻ വേറെ റൂട്ടാണ് പറയൽ. പിന്നെ ഇപ്പോൾ ചിലപ്പം പറയുമ്പോൾ ഞാൻ പറയലില്ലേ, അത് സ്പീഡ് കൂട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ ലെങ്ത്ത് കൂടുന്ന കാരണം അത് സ്പീഡ് കൂട്ടുമ്പോൾ അതങ്ങനെ ആവും സ്വാഭാവികമായിട്ട്. എന്നാലും മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യൂല. കാരണം നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണോണ്ടല്ലേ അൽഹംദുലില്ലാ അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോണത്. അപ്പോൾ അങ്ങനെ ഒക്കെ മാക്സിമം ഞാൻ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ലൈലാത്താൻ്റെ ട്യൂണാണ്, മറ്റേതാണ് മറിച്ചാണ്. പൊന്നാര മക്കളെ പിന്നെയും പറഞ്ഞു അല്ലേ. എന്താ യൂട്യൂബിൽ ഒരുപാട് സോങ് ഉണ്ട്. നോ കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സോങ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് വെക്കാം. അതിപ്പോൾ ലൈലാത്താൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല. ലൈലാത്താനോട് ഞാനും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സോങ് വെക്കാന്ന്. അപ്പോൾ ലൈലാത്ത തന്നെയാണ് എനിക്ക് പറഞ്ഞത്. ഇപ്പോൾ ലൈലാത്തയും കാണുന്നുണ്ടാവും. അപ്പോൾ നോ കോപ്പിറൈറ്റ് അടിച്ചു നോക്കി. അപ്പോൾ അതിൽ വരും. ഒരിക്കലും നമുക്ക് കോപ്പിറൈറ്റ് വരും എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ അപ്പം വരും കോപ്പിറൈറ്റ്, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ 5 മാസം കഴിഞ്ഞിട്ടായാലും നമുക്ക് ആ വീഡിയോസ് കോപ്പിറൈറ്റ് വരിക. അപ്പോൾ സോങ് ഇടുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് എന്താണെന്ന് ചില ആളുകളോട് പറയുന്നത് വെച്ചാൽ വാട്സപ്പ് ചെയ്ത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സോങ് എടുക്കുകയെന്ന്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാനൊരു പേടിയുണ്ട്. എനിക്ക് തന്നെ ഇതിനെപ്പറ്റി തുമ്പും പാലുമില്ല. ഞാൻ തന്നെ ലൈലാത്താനോടൊക്കെ ചോദിച്ചു കണ്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇതൊരു സത്യസന്ധത വേണമല്ലേ. പിന്നെ ഞാൻ ഈ വ്യൂ നമുക്ക് നല്ലോണം കുറഞ്ഞു വരുമല്ലോ. അപ്പോഴാണ് ആ വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ് ആ തലക്കൽ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ചെറിയ മ്യൂസിക്കൊക്കെ കൊടുക്കും. അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കോപ്പിറൈറ്റ് കിട്ടുമോ അല്ലേ എന്നൊന്നും. അപ്പോൾ അത് 3-4 ആളുകൾ ചോദിച്ചിരുന്നു. ഓലോടില്ല മറുപടി ആട്ടോ. ഓലോട് ഞാൻ പറഞ്ഞും ചെയ്തിട്ടുണ്ട്. ഒരു ലൈലാത്താൻ്റെ നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ലൈലാത്ത എങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഓലോട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ അടിച്ചാൽ കിട്ടും. അതുപോലെ വെച്ചെടുത്താൽ മതി കേട്ടോ. ഓലോടില്ല മറുപടിയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. ഞാനത് തെറ്റ് പറഞ്ഞെന്ന് കണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞെന്നു ഇങ്ങനെ പറഞ്ഞെന്നു എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തന്നെ യാതൊരു ഉറപ്പുമില്ല എൻ്റെ വീഡിയോസ് എപ്പോഴാണ് കോപ്പിറൈറ്റ് കിട്ടുകയെന്ന്. അപ്പോൾ ഞാൻ വ്യൂ കമ്മി ആയപ്പോൾ വെച്ചു എന്നുള്ളൂ. അതൊരു രസമാണല്ലോ. അതിനും വേണ്ടിയിട്ട് ഓൽക്കില്ല മറുപടി കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും ലൈലാത്താനെ പറ്റി കാണ്ടില്ല സംസാരങ്ങൾ ചെയ്യലില്ല. അത് ഓരോ ശൈലിയാണ്, അല്ലാതൊന്നും അല്ല കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊന്നും ഞാൻ ചെയ്യൂല. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കണ്ട് ഇൻഷാ അല്ലാ. പിന്നെന്താ കാര്യമായിട്ട് 2-3 കാര്യങ്ങൾ കൂടി പറയാണ്ട്. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് വല്ലാതെ നെഗറ്റീവ് വരലില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നല്ല നെഗറ്റീവുകൾ വരലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണ് പെണ്ണുണ്ടോ എനിക്കറിയില്ല. നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ടാവും യൂട്യൂബിന്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ആദ്യം വരും ആ കമൻറ്റ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കൽ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അങ്ങനെ വൃത്തിയിട്ട കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയലാണ് കേട്ടോ. ഒരു കൊതു വന്നിരിക്കുക, അതാണ് അങ്ങനെ
കൊതു ആ ക്യാമറമ്മ വന്ന് നിൽക്കുക, ഫ്രണ്ട് ക്യാമറ അല്ലേ, കൊതു ഭയങ്കര ശല്യം ഉണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞത്, കമൻറ്റ് ഞാൻ കളയല. എന്താ വെച്ചാൽ കുട്ടികളാണ് എൻ്റെ വീഡിയോസ് കൂടുതലും കമൻറ്റ് നോക്കൽ എന്ന് പറഞ്ഞാൽ എന്നൊന്നും ഒഴിവില്ല പറഞ്ഞാൽ കുട്ടികളിങ്ങനെ വായിച്ചു തരും. ഞാൻ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ അത് ആ താത്ത ഇത് പറഞ്ഞു ഒരായി പറയും ഒക്കെ പറഞ്ഞു തരും. അപ്പം ഞാൻ ആയി ഇടടാന്നൊക്കെ പറയും. എനിക്കിഷ്ടമാണ്. എനിക്ക് ആദ്യം തൊട്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യണ സബ്സ്ക്രൈബേഴ്സ്മാർ, കൂട്ടുകാർ എനിക്ക് ഇന്നും അറിയാം കേട്ടോ അതാരൊക്കെയാണെന്ന്. എനിക്ക് കമൻറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിൽ കുറേ ബാഡ് കമൻറ്റ് വരുമ്പോൾ ഞാൻ റിതുവിനോട് പറയല, അതാണ് കളഞ്ഞള. അതിമ്മ ഇങ്ങനെ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന്, നമ്മൾ ഫാമിലി അല്ലേ, തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് ചെയ്യണതാണ്. ഒരു വീഡിയോസൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരാളത് കമൻറ്റ് വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവ് ഇടും. അപ്പോൾ ഞാൻ റിതുവിനോട് പറയും, നെഗറ്റീവ് കാണുന്ന അത് വല്ലാത്ത മോശത്തരാണ്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞളാറ്. അപ്പം അങ്ങനെ കളയലാണ് പറയുന്നത്, അധികം കണ്ണിൽ പടലില്ല. അപ്പോൾ കുറച്ചാലായിട്ട് എന്തിനാ മക്കളെ അങ്ങനെ അനാവശ്യങ്ങൾ വിടുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടിക്കാണ്ടല്ലേ ഞാൻ വീഡിയോസ് ചെയ്യണത്. ആർക്കും പല സ്വഭാവങ്ങളായിരിക്കും അല്ലേ. കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ തന്നെയാണ്, പക്ഷേ അനാവശ്യമായിക്കാണ്ട് നമ്മൾ ഫാമിലിയും കാര്യങ്ങളും മാത്രമല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ദയവ് ചെയ്ത് വിടരുത് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളെ പറ്റിക്കാണ്ട് അങ്ങനെ ഒരിക്കലും മോശപ്പെട്ട് ചെയ്യരുത്. നമുക്കൊക്കെ കുട്ടികളില്ലേ, കുറേ മുന്നേ ഒരു നാജിയാനേജൊക്കെ ചെയ്തിരുന്നു അല്ലേ, വളരെ മോശമാണ് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. എന്നെ എന്ത് പറഞ്ഞോ, കാക്കൂനെ എന്ത് പറഞ്ഞോ, അതൊന്നും നമുക്ക് വിഷയമല്ല അല്ലേ. കുഞ്ഞു കുട്ടികളെ പറയുമ്പോൾ നമുക്കൊക്കെ മക്കളും കുട്ടികളും ഇല്ലേ, അപ്പോൾ അവരങ്ങനെ ഒരിക്കലും മോശപ്പെട്ട് കണ്ടൊന്നും പറയരുത്. കുട്ടികളൊക്കെ വളർന്നു വരും ഇപ്പോൾ, ഇതൊക്കെ ഇപ്പോൾ വലിയ മനുഷ്യനാവും. അപ്പോൾ ഇൻഷാല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ഒക്കെ കാണിച്ചു തരണ്ടേ, ഒക്കെ വലിയ മനുഷ്യന്മാരാവില്ലേ. നിങ്ങളിങ്ങനെ അനാവശ്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴേ അതൊരു മോശത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഞങ്ങൾക്ക് അതൊന്നും ശീലമല്ല, കുറച്ച് ബുദ്ധിമുട്ടും പട്ടിണിയും പ്രാരാബ്ദം ദാരിദ്ര്യം കടമൊക്കെ ഉണ്ട്. അതെഴുതി കണ്ട് നമ്മളങ്ങനെ തരം താന്ന് കാണ്ടില്ല മനുഷ്യന്മാരൊന്നും അല്ല. അങ്ങനെ പച്ചക്ക് വിളിച്ച് പറയാൻ ഒരിക്കലും ചെയ്യരുത് കേട്ടോ, ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പിന്നെ അതേപോലെ 2-3 കമൻറ്റ് ഇറച്ചിൻ്റെത്, അത് രസം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് അങ്ങനെ വിട്ടതാട്ടോ. അപ്പോൾ കാക്കുവാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അപ്പോൾ ഇറച്ചി തിളക്കുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഫാമിലി ഭാര്യയും ഭർത്താവ് ഒരുപാട് സന്തോഷത്തിലൊക്കെ കഴിയുന്ന ആളുകളാവുമ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ തിളക്കുമ്പോൾ, നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ല, ഇറച്ചി തിളക്കുമ്പോൾ അതിനൊരു കഷ്ണം എടുത്ത് തിന്നുക, അതേപോലെ മീൻ പൊരിക്കുമ്പോൾ എടുത്ത് തിന്നുക. അധികം ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ അത് അതിൽ വീഡിയോയിൽ ഇട്ടു എന്നുള്ളൂ. അതിനൊക്കെ ഭയങ്കര ഒരു മോശത്തരം, പുതിയ ആളാന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ മോശത്തരം കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇറച്ചി കണ്ടിട്ടില്ലേ, കുറച്ച് ഇറച്ചി തീറ്റിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇറച്ചി കിട്ടലില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെ വീട്ടിലാണ് മക്കളെ എത്ര ഇറച്ചില്ലേ, കുറച്ച് VIPs വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ, എന്താ എന്നും ഇറച്ചിയും കാര്യങ്ങളും മീനൊക്കെ. അല്ലാതെ ഒരുവിധം എൻ്റെ അറിവിൽ കേട്ടോ, ഒരുവിധം സാധാരണക്കാരെ വീട്ടിലൊക്കെ എന്താ ഒന്നരാട് ഇറച്ചിയോ അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ കിട്ടുമ്പോഴോ ഒരുവിധം സാധാരണക്കാരോട് വെള്ളിയാഴ്ച വാങ്ങലുണ്ട് അല്ലേ. ഞങ്ങൾ വെള്ളിയാഴ്ചയും വാങ്ങലില്ല കേട്ടോ, എല്ലാ കാര്യം ഞാൻ നിങ്ങളോട് പറയലുണ്ട് അല്ലേ. ദാരിദ്ര്യമാണ്, ആ ദാരിദ്ര്യം തന്നെ ഞാൻ കാണിക്കലുള്ളൂ. അല്ലാതെ കടം വാങ്ങിച്ച് കാണിച്ചാൽ അത് ഇനി കടത്തുമ്പോൾ കടമായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഞാൻ വിടലില്ല. അപ്പോൾ അതിൽ കളിയാക്കിക്കാണ്ടൊക്കെ വളരെ മോശമായിക്കാണ്ടൊക്കെ പറയുന്നുണ്ട്. ആ കമൻ്റൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അവിടെ കടന്നോട്ടെ എഴുതി ഞാൻ. അത് മുഴുവൻ കളയാൻ കുത്തിർന്നാൽ നമുക്ക് ചാനലിനും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വളരെ മോശപ്പെട്ടതൊക്കെ ഞാനാണ് കളയും. അപ്പോൾ കുറച്ച് ഇറച്ചി വാങ്ങി കൊടുക്കും മാപ്പിളക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ എപ്പോഴേലൊക്കെ കിട്ടണതാണ്. അപ്പോൾ അതങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. മക്കൾക്ക് കോരിയൊക്കെ ഉണ്ട്. ഞങ്ങളെ വീട്ടിലൊക്കെ 2-3 കുട്ടികളുണ്ടാവുള്ളൂ, നമ്മളെ വീട്ടിൽ 6 കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നുള്ളി ഓരി വെക്കുമ്പോൾ 1 കിലോ ഇറച്ചി കൊടുത്താൽ എന്താ ഉണ്ടാവുക അങ്ങക്ക് ആലോചിച്ചാൽ അറിയില്ലേ, ഒരു നേരം ഉണ്ടാവും നമുക്ക്. എന്നാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സുഖമൊന്നും റബ്ബ് നമുക്ക് തരൂലല്ലോ അല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിലും അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ തിരക്കേടില്ലാതെ അല്ലേ. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ സങ്കടം വരും ചിലവർക്ക് അല്ലേ. കരഞ്ഞിട്ടുണ്ട് വിളിച്ച് കണ്ട് ചിലവർ, എനിക്ക് തന്നെ കരച്ചിൽ വരുന്നത്. എന്താ അത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ കുറച്ചൊക്കെ എന്താ നമ്മൾക്ക് അതിന് കുറച്ചൊക്കെ കഴിയും. എന്നിപ്പോൾ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ വാങ്ങിക്കൊടുക്കാനൊന്നും വാങ്ങിത്തരാനും ഒന്നും കഴിയില്ലല്ലോ. എന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ നമുക്ക് കഴിയും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അൽഹംദുലില്ലാ അതിനിപ്പോൾ അള്ളാനെ സ്തുതിക്കുന്നുണ്ട് നല്ലോണം. പിന്നെ ഇങ്ങനെ ബാഡായിക്കാണ്ട് മോശമായിക്കാണ്ട് ഇവിടെ ഉണ്ടോയൊന്നുമില്ല. നമ്മൾ ഒരു ദിവസം ഇറച്ചിയോ മീനോ വാങ്ങിയാൽ പിന്നെ അതിൻ്റെ വർത്താനാരോ അതിലിങ്ങനെ കാണുന്നുണ്ട്. ഷവായൻ്റെ രുചി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഷവായ തിന്നുകൊണ്ട് ഇപ്പം നല്ലോണം തിന്നാൻ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ അങ്ങനെയൊക്കെ പറയണം നിങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടായിക്കാണ്ടൊക്കെ കഴിഞ്ഞല്ലേ. എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാലും അറിയാമല്ലേ.
പിന്നെ ഇപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലേസർച്ചിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ആ വീഡിയോയിൽ കാണിച്ച് തരണം. എന്നിപ്പം നമ്മൾ സോയാബീനും ഉള്ളി വാട്ടിയവും തക്കാളി താളിച്ചവും മുരിങ്ങാളിച്ചവും മാത്രം വിട്ടുകാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ. അപ്പം ഉണ്ടാവുമ്പോൾ ഇല്ല രീതിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരും. അതിന് ഇങ്ങനെ അപ്പോത്തിന് ഇറച്ചി കാണലില്ലേ ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു മോശത്തരായി എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്കൊന്നും മനസ്സ് കട്ടില്ലാത്ത ആളുകളാണ്. കുറച്ച് ഇറച്ചി വാങ്ങി കൊടുക്കുക അതിനൊന്നും ഇപ്പോഴും കഴിയില്ല കേട്ടോ. സത്യം അറിയണേ അതിനൊന്നും ഇപ്പോഴും കഴിയില്ല. അപ്പോൾ അധികം ഞാൻ പറഞ്ഞില്ല, അധികം സാധാരണക്കാർ വീട്ടിലുണ്ടാവും വെള്ളിയാഴ്ച ഇറച്ചിയൊക്കെ വാങ്ങണേ. നമുക്ക് എപ്പോഴാണ് കഴിയണം അതുപോലെ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഷവായും ഷവർമയും മന്തിയൊക്കെ ഞങ്ങളും തിരക്കടില്ലാതെ അൽഹംദുലില്ലാ കഴിക്കലുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അത് അതൊന്നും കഴിക്കലില്ല, അതൊക്കെ ആർത്തിയാണോ ഇപ്പം നല്ലോണം തിന്നാൻ കിട്ടണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിന്നാൻ കിട്ടണ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് അറിയില്ല, ഒരു വീഡിയോസ് എടുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ചെയ്ത് കണ്ട് എനിക്ക് കിട്ടണ ഏണിങ്സിന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയണ പോലെ മക്കളൊക്കെ ഒരുപാട് ഇതിൽ അഭിനയിക്കണല്ലേ. പോയിട്ട് എനിക്ക് വാങ്ങിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ. അന്നം തിന്നണവർക്ക് നേർക്ക് മനസ്സിലാവും. അപ്പോൾ മക്കളെ പറ്റിയൊക്കെ ഞാൻ വല്ല അനാവശ്യം വന്നപ്പോൾ പറയാം ആർത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഇറച്ചിങ്ങനെ ലേസം കിട്ടിയപ്പോൾ അങ്ങനെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളിങ്ങനെ വലിയ കമൻ്റാക്കി കണ്ട് കാണണ്ട, അല്ല വലിയൊരു വീഡിയോസാക്കിയാണ് നിങ്ങൾ കാണണ്ട. സങ്കടം ഉണ്ട് അറിയാം. കാരണം അത്രയും രീതിയിൽ കഴിഞ്ഞ് പോന്നിട്ട് ഇപ്പോൾ തിരക്കേടില്ലാതെ നമ്മൾ അത് കൂടുതൽ ആളുകൾ എന്നോട് വാട്സപ്പിലൊക്കെ പറയലുണ്ട് കേട്ടോ. 10 പേടിച്ചൊന്നും വേണ്ടതിലും വലിയ കമൻറ്റ് വരും. ജിഞ്ഞ് കുറച്ചിങ്ങനെ ഉയർന്ന് വരുമ്പോൾ അതൊക്കെ വരുന്നു. ഉയർന്നിട്ടൊന്നുമില്ല, ഇപ്പോഴും വട്ടപ്പൂജ്യത്തുമ്മല നിൽക്കണം. ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ വീടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരും കരുതി കണ്ട. അപ്പം ഒന്നും കൂട്ടിയാൽ കൂടൂല ഒന്നുകൊണ്ടും. ഗൾഫിൽ പോകാറുണ്ട് അത്രയും 2 ലക്ഷം 1 ലക്ഷമൊക്കെ അതിനൊന്നും ഗതിയില്ല, കഴിയില്ല. ലക്ഷക്കണക്കിന് കടങ്ങളല്ലേ. ഈ കടത്തിൻ്റെ മേലെ ഇനിയും കടം വാങ്ങിക്കാണ്ട് പോവാന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചവൻ്റെ അടുത്താണ് അതിൻ്റെ ഗതികളൊക്കെ കിടക്കണല്ലേ. അപ്പോൾ ഈ നേരത്തെ ഇനിയിപ്പോൾ അതും കൂടി ചെയ്യണ്ടല്ലോ എന്ന് കരുതിക്കാണ്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കണേ. പിന്നെ ഇല്ലത് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഞാൻ ചിരിച്ചും കളിച്ചും കാണിച്ചു തരികയാണ്. എന്നും ദാരിദ്ര്യം പട്ടിണിയും പ്രാരാബ്ദവും കരച്ചിലും പീച്ചിലും മാത്രം വിട്ട് കഴിഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലും കാര്യം നിങ്ങൾ തന്നെ പറയേണ്ട ഒരു മടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നെക്കൊണ്ട് നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ കഴിയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് കരുതുന്നതാണ് ഞാൻ ഇറച്ചിയായാലും മീനായാലും ഒക്കെ കിട്ടുമ്പോൾ അത് വെച്ചുകാണ്ട് കാണിച്ച് തരുന്നത്. അപ്പോൾ നമ്മളും ഷവർമയും ഷവായൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. ആ ഇത്താനോടാ പറയുന്നത്, ഇത്താണോ എന്ന് എനിക്കറിയില്ല കമൻ്റ് ഇട്ടത്. അപ്പം എൻ്റെ കുട്ടികളും കഴിക്കലുണ്ട് അൽഹംദുലില്ലാ. നിങ്ങളെയൊക്കെ കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ റേറ്റിൽ തിരക്കടില്ലാതെ കയറിപ്പോടും. ഇപ്പോൾ നല്ല വ്യൂ കമ്മിയുണ്ട് നമുക്ക്, അതുകൊണ്ടാണ് പാട്ട് ഇടണം. ഇനി എപ്പോഴാണ് കോപ്പിറൈറ്റ് തരാമോ. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെയ്യല തവക്കലത്തും അല്ലല്ല, അത്ര പഠിച്ചോനൊന്നും വിട്ടു കൊടുക്കല. ഏതൊരു കാര്യമാണെങ്കിലും മാനം മുകുണ്ട് എഴുതി നമുക്ക് മുട്ടിട്ട് താങ്ങാൻ കഴിയില്ലല്ലോ. ആരെ കൊണ്ട് ഹെൽപ്പ് ചെയ്ത് തരാനും കഴിയില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ്. എനിക്കിപ്പോൾ ഇനി അധികം പറഞ്ഞ് എനിക്ക് സങ്കടം കൊണ്ട് പറയാൻ കഴിയുന്നില്ല. അപ്പം മക്കളെ പറ്റിയ അനാവശ്യങ്ങൾ വിടരുത് കേട്ടോ. എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളൂ. കമൻറ്റ് ബോക്സ് കമൻറ്റ് ഇടാൻ തന്നെയാണെന്ന് എനിക്കറിയാം. കുഞ്ഞു മക്കളെ പറ്റിയ അനാവശ്യങ്ങൾ വിടരുത്. അത് വിട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ഡിലീറ്റ് അടിച്ച് കളയലാണ്. ചിലത് ഞാൻ റിപ്പോർട്ട് അടിച്ചു. അത്ര മോശത്തരം വരുമ്പോൾ എന്നോട് എന്തെങ്കിലും ശത്രുത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇഷ്ടം പോലെ ആക്കണ് വീഡിയോസിൻ്റെ അടിയിലൊക്കെ. ഒന്ന് വിളിച്ചു കാണ്ട് ഒന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണോ ചോദിച്ചാൽ മതി എന്താ പ്രശ്നം. പണ്ട് നാജിയാൻ ഒക്കെ ചെയ്ത പോലെ എന്തിനാണ് നമ്പറിൽ ഒന്ന് വിളിച്ച് സംശയം തീർത്താൽ കഴിഞ്ഞില്ലേ. നിങ്ങൾ അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് കുഞ്ഞു പൈതലങ്ങളെ അങ്ങനെ മോശത്തരല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ലൈലാത്താനെ പോലെ ചെയ്യാതെ നോക്കട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചിക്കണമെങ്കിൽ ഞാനിനി മാക്സിമം അതുപോലെ നല്ല രീതിയിൽ ഇന്നലത്തെ വീഡിയോസ് അതിൻ്റെ കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. അതുപോലെ പറയാൻ നോക്കാം. ഈ മക്കളെയൊക്കെ കുറച്ചുകാണ്ട് അത് കാക്കുമൊക്കെ പറയലുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യല്ലേ എന്ന്. അത് ഒരു കേൾക്കണോൽക്ക് ഒരു ഇടങ്ങാറ്, അമ്മമാരൊക്കെയും താത്തമാരൊക്കെ ആയിരിക്കും കേൾക്കണോൽക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ. അതൊരു നെഗറ്റീവായി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണതാണ്. അതാകുമ്പോൾ എല്ലാവർക്കും കോപ്പിറൈറ്റ് മ്യൂസിക് ഒന്ന് അടിച്ചാൽ കിട്ടും. പക്ഷേ അതിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ മക്കളെ അനാവശ്യം പറയല്ലേ, ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇല്ലതുകൊണ്ട് എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. കൂടുതൽ നമ്മളൊന്നും എത്തിയിട്ടില്ല. എപ്പോഴും ആ പൂജ്യത്തുമ്മൽ തന്നെയാണ്. ഇറച്ചി മീനും ഉണ്ടായിരുത്തി കണ്ട് അതിപ്പോൾ എത്തേലൊക്കെ കാട്ടിക്കാണ്ടും വല്ല മുടിയളീച്ചലിന് കിട്ടിയാലും പോരല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. അസ്സലാമു അലൈക്കും.